നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് സൗദിയിൽ ചേർന്ന അറബി രാജ്യങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ദുരാഷ്ട്ര ഫോർമുലയിലൂടെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നു. ഗസ യുദ്ധം വിശകലനം ചെയ്യാൻ റിയാദിൽ ചേർന്ന സുപ്രധാന യോഗത്തിൽ പ്രധാനപ്പെട്ട 5 അറബ് രാജ്യങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തു. ഗസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് റിയാദിൽ കൂടിയാലോചന യോഗം വിളിച്ചത്. സൗദിക്ക് പുറമെ ഖത്തർ, UAE, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും ഫലസ്തീൻ സിവിൽ അഫയേഴ്സ് മന്ത്രി ഹുസൈൻ അൽ ഷൈഖും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, ഉടനടി തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുക, അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ അനുസൃതമായി സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുക, എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളയുക എന്നിവയുടെ ആവശ്യകത മന്ത്രിമാർ ഊന്നിപ്പറഞ്ഞു. ദുരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും UN പ്രമേയങ്ങൾക്കനുസൃതമായി 1967 ജൂൺ 4 മാതൃകയിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രിയുടെ യോഗം വ്യക്തമാക്കി. ഫലസ്തീൻ അഭയാർത്ഥികളോടുള്ള മാനുഷിക ദൌത്യങ്ങൾ നിറവേറ്റുന്ന UN ഏജൻസിക്ക് പിന്തുണ നൽകണമെന്ന് എല്ലാ രാജ്യങ്ങളോടും മന്ത്രിമാർ ആവശ്യപ്പെട്ടു. ഗസ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദൌത്യം പരാജയം. യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന നെതന്യാഹുവിന്റെ നിലപാടിനിടയിലും ഗസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു. റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ കരയാക്രമണം വൻ മാനുഷിക ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ലബനൻ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും US ബ്രിട്ടീഷ് വ്യോമാക്രമണം ഉണ്ടായി. വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാനാകാതെയാണ് 4 ദിവസം നീണ്ട പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തീകരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം. വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത്. ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ദികളുടെ മോചനത്തിന് ചർച്ചകളുടെ പരിഹാരം തേടാനുള്ള അവസരം നെതന്യാഹുവിന്റെ കടുംപിടുത്തം മൂലം ഇല്ലാതെയായി എന്ന വിലയിരുത്തലാണ് അമേരിക്ക. ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്ന് വൈറ്റ് ഹൌസും പ്രതികരിച്ചു. 27,000 ഫലസ്തീനികളുടെ കൊല മറച്ചുപിടിച്ച പുടിന്റെ യുദ്ധക്കുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ് എന്ന് നാളെ ലോകം ചോദിക്കുമെന്ന് US സെൻട്രൽ ബേർണി സ്റ്റാൻഡ്സ് പറഞ്ഞു. ഹമാസിനെ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൻ ഒരു നിലയ്ക്കും സാധ്യമല്ല എന്ന US ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മുൻനിർത്തി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. അതേപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം, യുക്രൈൻ റഷ്യ യുദ്ധത്തിനെതിരെ 200-ലധികം ബന്ദികളാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ഹമാസിൽ നിന്ന് ഇസ്രായേൽ പൗരന്മാരെ, ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസവും നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾ അവരുടെ നിലതെറ്റിയുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും ഉറ്റവരെയും ഉടയവരെയും ഇത്രയും ദിവസം കഴിഞ്ഞും കാണാതായി, അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ നടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കാതെ, അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് അറിയാൻ സാധിക്കാതെ നിൽക്കുന്ന ബന്ധുക്കളുടെ ഒരു മാനസിക നില എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ അമേരിക്ക അടക്കം ഈ ഇസ്രായേലിനെ കുറ്റപ്പെടുന്ന സാഹചര്യത്തിൽ കടക്കുന്നു എന്ന് വേണം കരുതാൻ.